നേപ്പാളിലേക്ക് പോകാം. നേപ്പാളിൽ പാർലമെന്റ് പിരിച്ചുവിട്ട നടപടിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുകയാണ്. നേപ്പാളി കോൺഗ്രസ്, നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ 8 രാഷ്ട്രീയ പാർട്ടികളാണ് പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ചോദ്യം ചെയ്തിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിനെതിരെ ഈ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബി ബാലഗോപാലാണ് ഇതിന്റെ വിവരങ്ങളുമായി നമ്മളോട് ചേർന്നത്. ബാലു, ഗുഡ് മോർണിംഗ്. നേപ്പാളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഈ ഇടക്കാല സർക്കാർ രൂപീകരിക്കാതെ എന്ത് വേണമെന്നാണ് ഈ പാർട്ടികളൊക്കെ പറയുന്നത്? എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ? പൂജ, നേപ്പാൾ സമാധാനത്തിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ പ്രതിസന്ധി വീണ്ടും മൂർച്ഛിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജൻസി പ്രക്ഷോഭർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കാർക്കിയെ നിയമിച്ചു. തൊട്ടു പിന്നാലെ തന്നെ പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും അതുപോലെ തന്നെ പാർലമെന്റ് പിരിച്ചുവിടുന്നതും ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് നേപ്പാളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പറയുന്നത്. 8 രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാവോയിസ്റ്റ് സെന്ററുണ്ട്, നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുണ്ട് തുടങ്ങി 8 പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കില്ല, ഇത് ഇടക്കാല സർക്കാരുമായി സഹകരിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടിയന്തരമായി തങ്ങൾ ഈ സുപ്രീം കോടതിയെ സമീപിക്കും, ഭരണഘടനാപരമായി മുമ്പുണ്ടായിരുന്ന സർക്കാരിനെയും പാർലമെന്റിനെയും വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നാണ് ഇവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ ഈ നേപ്പാളിലെ ജനങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ സമാധാനത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വിദേശീയരടക്കമുള്ള ടൂറിസ്റ്റുകൾ ഈ രാജ്യത്തിലേക്ക് വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം, നേപ്പാളിന്റെ സാമ്പത്തിക ഒരു സെക്ടറിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ടൂറിസത്തിനാണ്. ഈ പ്രതിഷേധങ്ങളും കലാപത്തിൻ്റെയൊക്കെ ഭാഗമായി ടൂറിസ്റ്റുകൾ വരുന്നത് കുറഞ്ഞിരുന്നു. നേപ്പാളിൽ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുകയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണമെന്നാണ്, നേപ്പാളിലേക്ക് മടങ്ങാൻ വേണ്ടുന്ന തരത്തിലുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു കലാപം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പോകട്ടെ. അങ്ങനെ പോകുമ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ മൂർച്ഛിക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ശരി ബാലുഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. നേപ്പാളിലെ കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് എന്ന് നേരിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാലഗോപാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു.